പലപ്പോഴും ശരീരത്തിൻ്റെ വ്യാധി, ആതുരത ഇവയ്ക്കുള്ള ശമനമായിട്ട് മാത്രമാണ് നമ്മൾ സൗഖ്യം എന്ന് പറഞ്ഞ പദത്തെ ഇങ്ങനെ പരിഗണിക്കുന്നത്. ഹ്യൂമൻ ഡിഗ്നിറ്റിയെ വീണ്ടെടുക്കാനുള്ള ചില ശ്രമങ്ങളുടെ പേരാണ് ഈ സൗഖ്യ ശുശ്രൂഷ എന്ന് പറയുന്നത്. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ഹീലിംഗ് എന്നൊരു പദത്തിനകത്താണ് മുഴുവൻ പുതിയ നിയമത്തിൻ്റെയും ശ്രദ്ധ ഇങ്ങനെ ഏകാഗ്രമാവുന്നത്. നമുക്കറിയാം, ഭൂമിയുടെ അപൂർവ ഒരു വൈദ്യൻ്റെ പേരാണ് യേശു. പൂർവ്വമില്ലാത്ത അർത്ഥത്തിലാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത്. മുൻമാതൃകളൊന്നുമില്ല. അത്രമേൽ മനുഷ്യൻ്റെ എല്ലാ ആതുരതകളെയും സൗഖ്യപ്പെടുത്താനായിട്ട് സഞ്ചരിച്ച ഒരാളെന്ന നിലയിലാണ് പുതിയ നിയമം യേശുവിനെ അടയാളപ്പെടുത്തുന്ന പോലും. എനിക്കൊന്ന് പുതിയ നിയമത്തിൻ്റെ ഒരു മേജർ പോർഷൻ യേശുവിലൂടെ ഉണ്ടായ സൗഖ്യകഥകളുടെ സമാഹാരം തന്നെ. ഹീലിംഗ് ആയിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല. അത്യധികമായിട്ട് ഈ സംഭാഷണങ്ങൾ പോലും ഹീലിംഗാണ്. ഗിരിപ്രഭാഷണം എടുത്തു നോക്കൂ. ഒരുപക്ഷെ ഈ ഗിരിപ്രഭാഷണം കണക്ക് ഭൂമിയെ ഹീൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭാഷണം അതിന് മുമ്പോ ഉണ്ടായിട്ടുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഉറപ്പുമില്ല. അത്രയും അതൊരു ഹീലിംഗ് പ്രോസസ്സാണ്. പലപ്പോഴും ശരീരത്തിൻ്റെ വ്യാധി, ആതുരത ഇവയ്ക്കുള്ള ശമനമായിട്ട് മാത്രമാണ് നമ്മൾ സൗഖ്യം എന്ന് പറഞ്ഞ പദത്തെ ഇങ്ങനെ പരിഗണിക്കുന്നത്. ഹ്യൂമൻ ഡിഗ്നിറ്റിയെ വീണ്ടെടുക്കാനുള്ള ചില ശ്രമങ്ങളുടെ പേരാണ് ഈ സൗഖ്യ ശുശ്രൂഷ എന്ന് പറയുന്നത്. ആ ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള കുലീനതയെ വീണ്ടെടുക്കുക. യേശുവിൻ്റെ എണ്ണിയാൽ തീരാത്ത ശമന ചരിതങ്ങളിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കണം ഇങ്ങനെ സുവിശേഷകർ ഹാൻഡ് പിക്ക് ചെയ്ത് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. അവരതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മാനദണ്ഡം എന്തായിരിക്കും? നമ്മളതിനടുത്ത് നിന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഇതാണ്. ഇങ്ങനെ മനുഷ്യൻ്റെ കുലീനതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലം. ആ ഒരു ഫിസിക്കൽ ലെയറിലുള്ള ഹീലിങ്ങിനേക്കാൾ കൂടുതലായിട്ട് അത് പറയാനായിട്ടായിരുന്നു അവർ കൂടുതൽ ശ്രദ്ധിച്ചത്. 2 ഉദാഹരണം കൊണ്ട് ഈ കാര്യം വേണമെങ്കിൽ നമുക്ക് പിടുത്തം കിട്ടാവുന്നേ ഉള്ളൂ. രക്തസ്രാവം പിടിപെട്ട സ്ത്രീയുടെ കഥ. ഒരുപക്ഷെ നമ്മളിങ്ങനെ രഹസ്യ ഒരു രോഗമെന്നൊക്കെ കരുതുന്ന ഒരു കാര്യം എന്തുകൊണ്ടായിരിക്കണം ആ വേദപുസ്തകത്തിൻ്റെ ഈ മുന്നാമ്പുറങ്ങളിലേക്ക് വരുന്നത്? അതിനകത്തൊരു കുലീനതയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വളരെ ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്നുണ്ട്. 12 വർഷമായിട്ട് രക്തസ്രാവം പിടിപെട്ടൊരു സ്ത്രീ ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ വെച്ച് അവൻ്റെ വസ്ത്രത്തിൻ്റെ ആ വിളുമ്പിലൊന്ന് തൊടുകയാണ്. ആരോ എന്നെ തൊട്ടുണ്ടെന്ന് യേശു പറയുമ്പോഴേക്കും ഈ സ്ത്രീ ഇങ്ങനെ നടുങ്ങി വിറക്കുക. ഇത്രയും നടുങ്ങി വിറക്കാൻ മാത്രം കാര്യങ്ങൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? അവൾക്ക് നടുങ്ങി വിറക്കാനുള്ള കാരണമുണ്ട്. അവൾ ജീവിച്ചിരുന്ന ആ കാലത്തിൻ്റെ നിയമങ്ങളും രീതിയും ചട്ടവും അനുസരിച്ച് അവൾ കടന്നു പോകുന്ന ആ രോഗം, ആ മാസത്തിൻ്റെ അസൗകര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രത്യേക നാളുകളിൽ അവൾ സൂക്ഷിക്കേണ്ട അകലത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. നിയമാവർത്തം എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിനകത്ത് വലിയൊരു പോർഷൻ തന്നെ അത്തരം നാളുകളിൽ സ്ത്രീകൾ സൂക്ഷിക്കേണ്ട ചില അകലങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഡിഫൈൻഡ് ആയിട്ടുള്ള നിരീക്ഷണങ്ങളാണ്. അവൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ലെന്നുള്ളത് പോട്ടെ, അവൾക്ക് അവളുടെ വീടിനകത്ത് പോലും പെരുമാറാനായിട്ടുള്ള അവകാശമില്ല. തീണ്ടാരിപ്പുരകൾ എല്ലാ കാലങ്ങളിലും എല്ലാ സംസ്കാരങ്ങളും ഉണ്ടായിരുന്നു. 12 വർഷമായിട്ട് ഈ പള്ളിയിൽ പോകാനായിട്ട് അനുവാദമില്ലാത്ത ഒരു സ്ത്രീയാണ് അതിൻ്റെ വസ്ത്രവിളുമ്പിൽ തൊട്ട് ആ ചൈതന്യത്തെ തൊട്ട്
ആ ശുദ്ധാശുദ്ധികളുടെ മീതെ ഉണ്ടായ ചില വ്യത്യാസങ്ങളെ ഇങ്ങനെ തുടച്ചു മാറ്റുന്നത്. അങ്ങനെയാണ് പുതിയ നിയമത്തിനകത്ത് സ്ത്രീയുടെ മാസദിനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും വരാത്തത്. കാരണം ആ ഡിസ്കഷൻ തന്നെ ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ്. ഇതിനേക്കാൾ മീതിയായിട്ട് നിങ്ങൾക്കൊരു കാര്യത്തെ എങ്ങനെയാണ് സബ്ലൈമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുക? ഇപ്പോഴും ഇതിന് മീതെയുള്ള സംഭാഷണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഇത്തരം ചില വിചാരങ്ങളുടെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം ഉണ്ടാക്കിയ സ്ത്രീ സൗഹൃദമില്ലാത്തൊരു മാമൂല. അവൻ്റെ ചില ആരോഗ്യഭാവനകളുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെടുത്തിയ ചില ചട്ടങ്ങളോ ചിട്ടകളോ ഒക്കെ ആയിരുന്നു അത്. കൈനിറയെ ചോരയുമായിട്ട് പുരുഷന് ഏതൊരു ശ്രീകോവിലേക്ക് പോകാൻ പറ്റും? ചോരയുള്ള കരം കൊണ്ട് പള്ളി ഉണ്ടാക്കാൻ പോയ ഒരാളെ കുറിച്ചൊക്കെ വേദപുസ്തകം പറയുന്നുണ്ട്. ദാവീദിനോട് ദൈവം പറയുന്നത് നീ ദേവാലയം പണിയത്തില്ല, കാരണം നിന്റെ കയ്യിൽ ചോര ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ പുരുഷന്റെ കരങ്ങളിൽ ചോരയുണ്ടെന്നുള്ളത് അപ്രസക്തമാവുകയും ഭൂമിയുടെയും ജീവന്റെയും നിലനിൽപ്പിന് വേണ്ടി എൻ്റെ മകൾ, പെങ്ങൾ ഇങ്ങനെ ഓരോ മാസം ഇങ്ങനെ ചോര പൊടിയുന്നത് അശുദ്ധമാവുകയും ചെയ്യുന്നതിൻ്റെ ആ യുക്തി ഇല്ലായ്മയാണ് വാസ്തവത്തിൽ യേശുവിനെ തൊട്ട് നിന്ന് ഈ സ്ത്രീയിലൂടെ തുടച്ചു മാറ്റപ്പെടുന്നത്. പിന്നെ ഡിസ്കഷൻ ഉണ്ടാവുന്നില്ല. ചുരുക്കത്തിൽ അവളുടെ രോഗം ഭേദപ്പെട്ടു എന്നുള്ളതല്ല ഇതിൻ്റെ ഒരു കണ്ടന്റ്, മറിച്ച് സ്ത്രീ എന്ന നിലയിലുള്ള അവളുടെ ആദരവും ഡിഗ്നിറ്റിയും വീണ്ടെടുക്കപ്പെട്ടു. ആവർത്തിക്കുകയാണ്, ഹ്യൂമൻ ഡിഗ്നിറ്റിയുടെ വീണ്ടെടുപ്പിൻ്റെ പേരാണ് ഈ സൗഖ്യ ശുശ്രൂഷ. കുഷ്ഠരോഗികളുമായിട്ട് ബന്ധപ്പെട്ടും ഇത് നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മിക്കവാറും ഈ കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തുന്ന പാസേജുകളൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ സൗഖ്യപ്പെടും. അത്തരയിടങ്ങളിലൊന്നും യേശു വാക്കല്ല പറയുന്നത്, മറിച്ച് അവരെ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തുന്ന തന്നെ നമ്മൾ വായിക്കുക. എന്താ ഇതിൻ്റെ പശ്ചാത്തലം? രോഗമുള്ള ഒരാളും രോഗമില്ലാത്ത ഒരാൾക്കും ഇടയിലായിട്ട് സൂക്ഷിക്കേണ്ട ഒരകലമുണ്ട്, ഒരു 6 അടി അകലമാണ്. ഇവിടെ കുഴപ്പമില്ല, ഇവിടെയും അവിടെയും ഈ പുറകിലൊക്കെ ആകുമ്പോൾ അയാൾ എന്നാ ചെയ്യും? നിരത്തിലായിരിക്കുമ്പോഴും തെരുവിലായിരിക്കുമ്പോഴും ചന്തയിലായിരിക്കുമ്പോഴും മൈതാനത്തിലായിരിക്കുമ്പോഴും ഒക്കെ അങ്ങാടിയിലായിരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ഈ അകലത്തിൽ നിൽക്കേണ്ടി വരുന്ന ഒരാൾ. നമുക്കിപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാകും. കാരണം നമുക്ക് ഈ സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായപ്പോൾ നമുക്കറിയാം ഈ സൂക്ഷിക്കേണ്ട അകലം എന്ന് പറയുന്നത്. ഇത്തരം എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ കൃത്യമായിട്ട് ഈ അകലം ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് ആകപ്പാടുള്ള അർഹത അവൻ്റെ വാക്കിൻ്റെ ഒരു ധൈര്യം മാത്രമേ ഉള്ളൂ. ഈ അകലത്തിൽ നിൽക്കുന്ന ഒരാൾക്കും എനിക്കും ഇടയിൽ സംഭവിക്കാവുന്ന ഏക സംവേദനം എന്ന് പറയുന്നത് വാക്കിൻ്റെതാണ്. ഒരു വാക്കിനുള്ള അർഹതയെ ഞങ്ങൾക്കുള്ളൂ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ ഇത്. പലപ്പോഴും നമ്മളിങ്ങനെ വിശ്വാസ പ്രഖ്യാപനമൊക്കെ ആയിട്ട് പലപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. അതൊരു വലിയ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലല്ല, മറിച്ച് they were just exposing a plain reality. ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. എനിക്കും താങ്കൾക്കും ഇടയിൽ ഈ അകലം സൂക്ഷിക്കേണ്ടത് കൊണ്ട് അങ്ങൊരു വാക്ക് പറയുക. അവിടെയാണ് നമ്മളിങ്ങനെ അവിടുന്ന് അവനെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നൊക്കെ പറയുക. തൊടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളിങ്ങനെ വൈദ്യരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ശിരസിക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന കണക്കൊരു ഒരു അടയാളമല്ല, മറിച്ച് ഈ മുഴുവൻ കാര്യങ്ങൾ സംഭവിക്കുന്ന മിഡിൽ ഈസ്റ്റിലാണ്. മിഡിൽ ഈസ്റ്റിലെ ആ ഒരു ഡീപ്പ് ഹഗ്ഗാണ് ഈ പറഞ്ഞ സ്പർശം കൊണ്ട് അർത്ഥമാക്കുന്നത്. അവനവരെ ഇങ്ങനെ ആഞ്ഞു പുണർന്നു. ആ മരപ്പണിക്കാരൻ്റെ ഇങ്ങനെ കരുത്തുള്ള ആ കൈകൾക്കുള്ളിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിന്ന് ഈ മനുഷ്യർ വാവിട്ട് കരയാൻ തുടങ്ങി. ചെറുപ്പത്തിലെപ്പോഴോ അമ്മ തൊട്ടപ്പോൾ, കുളിപ്പിച്ചപ്പോൾ അമ്മ തൊട്ട് ചില ഓർമ്മകൾ മാത്രമേ ഉള്ളൂ, ബാക്കി പിന്നെ ആരും തൊട്ടിട്ടില്ല. അസ്പർശ്യത ഒരു വലിയ പാപമാണ്. എല്ലാ കാലത്തും എല്ലാ നാട്ടിലും അസ്പർശ്യത ഉണ്ടായിരുന്നു. പല ശ്രേണികളിൽപ്പെട്ട മനുഷ്യരെ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത അകലം. ഓരോ കാലത്തിനും അതിൻ്റെതായ പുതിയ എഡിഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വർണ്ണമോ
സമുദായമായിരിക്കത്തില്ല അസ്പർശ്യത മാനദണ്ഡം, പുതിയ മാനദണ്ഡങ്ങളാണ്. പഠിച്ചവരും പഠിക്കാത്തവരും ഇടയിൽ, ധനികരും അല്ലാത്തവർക്കും ഇടയിൽ. ഇപ്പം എല്ലായിടത്തും ഈ പറഞ്ഞ ഈ തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞൊരു അപരാധ നിൽപ്പുണ്ട്. അസ്പർശ്യത എന്ന് പറഞ്ഞ പാപത്തെ അവിടുന്ന് ഇങ്ങനെ ആലിംഗനത്തിലൂടെ ഇങ്ങനെ ഇല്ലാതാക്കുന്ന സംഭവമാണിത്. ഇങ്ങനെ മഞ്ഞുമലകൾ അതിൻ്റെ ചൂട് വിരലിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ മാഞ്ഞു പോവുകയാണ്. അപ്പം ചുരുക്കത്തിൽ മനുഷ്യനെന്ന നിലയിലുള്ള അവരുടെ വീണ്ടെടുപ്പിൻ്റെ കഥയാണിത്. പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. മനുഷ്യനെന്ന നിലയിൽ നമ്മൾ കണ്ടെത്തേണ്ട, വീണ്ടെടുക്കേണ്ട ഡിഗ്നിറ്റിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുടെ പേരാണ് ഈ സൗഖ്യ ശുശ്രൂഷ, ഹ്യൂമൻ ഡിഗ്നിറ്റി. പലപ്പോഴും സഭയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്നൊരു ആരോപണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞൊരു ഘടകത്തെ ചിലപ്പോൾ ഉറപ്പ് വരുത്തുന്നില്ല. ഭക്ഷണം കൊടുക്കുമ്പോൾ പോലും അതിങ്ങനെ ഈ കൊടുക്കൽ വാങ്ങലുകളുടെ മാത്രം പ്രതലത്തിൽ നിൽക്കുക. ഈ വാങ്ങുന്നവനും കൊടുക്കുന്നതിനും ഇടയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു ഘടകം രൂപപ്പെടുന്നില്ല. അപ്പോൾ അതൊരു ആക്ട് ഓഫ് ചാരിറ്റി മാത്രമായിട്ട് മാറും. ഒരു ക്രിസ്ത്യൻ ആക്ട് എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കാനായിട്ട് പറ്റില്ല. ഒന്ന് രണ്ട് ചെറിയ മെസ് നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ സങ്കല്പം അതായിരുന്നു, ഇങ്ങനെ ഇവിടെ വരുന്നവരോട് നമ്മൾ പുലർത്തേണ്ട ആദരവ്. USP എന്ന് പറഞ്ഞൊരു വാക്ക് നമുക്ക് പരിചയമുള്ളതാണ്. ഇതിനകത്തൊരു യുണീക്ക് ഒരു സെല്ലിംഗ് പോയിന്റ് ഉണ്ട്. അവരുടേതായിട്ട് മാത്രം ഒരു ഘടകം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു ഭോജനശാല നഞ്ചപ്പം എന്നൊരു പേരിൽ രൂപപ്പെടുത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഞങ്ങളുടെ സംഭാഷണങ്ങളിലും ധ്യാനങ്ങളിലുമൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യാൻ ഉപയോഗിച്ചൊരു ഘടകം അതാണ്, ഈ ഡിഗ്നിറ്റി ഉറപ്പുവരുത്തുക. ഒരാൾ ഭക്ഷണം കൊടുക്കുന്നു, വേറൊരാൾ സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ മീതെ ഉള്ളൊരു തലമോ ഒരാൾ കീഴാണെന്നുള്ള ബോധം സൃഷ്ടിക്കുക എന്നുള്ളത് സുവിശേഷം നിരക്കുന്നതല്ല. അപ്പം പലപ്പോഴും ക്രിസ്ത്യൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കരുണയുടെ പ്രക്രിയകളാണ്. അതിനകത്ത് ഈ കുലീനത ഉറപ്പുവരുത്തുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നം തന്നെ. അത്തരം പ്രവർത്തനങ്ങൾക്ക് യേശുവുമായിട്ട് ബന്ധമുണ്ടാവണമെങ്കിൽ ഈ ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നൊരു പദം നമ്മൾ കുറേ കൂടി ഗൗരവമായിട്ട് എടുക്കണം. എല്ലാവർക്കും ഈ സൗഖ്യത്തിൻ്റെ ഉപകരണമായിട്ട് മാറാനായിട്ടുള്ള ക്ഷണമുണ്ട്. സഭയെക്കുറിച്ച് പോലുള്ള നമ്മുടെ ഒരു സങ്കല്പം അതാണ് ഈ സഭയെന്ന് പറയുന്നത്. സമരക്കാരൻ്റെ കഥയിലെ സത്രമാണ് സഭ. പരിക്കേറ്റൊരു മനുഷ്യനെ ഇങ്ങനെ കഥയിലെ നല്ല മനുഷ്യൻ കൂട്ടിക്കൊണ്ടുവരുന്നൊരു സത്രമുണ്ടല്ലോ. ആ കഥയിലെ നല്ല മനുഷ്യൻ യേശുവാണെന്ന് തന്നെ വിചാരിച്ചാലും കുഴപ്പമില്ല. കാരണം അവസാന കാലങ്ങളിൽ യേശുവിനെതിരായിട്ടുണ്ടായൊരു ആരോപണം ഒരു സമരക്കാരുടെ സ്നേഹിതൻ എന്നുള്ളതാണ്. അപ്പോൾ ആ നല്ല മനുഷ്യൻ ഈ പരിക്കേറ്റ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സത്രത്തിൻ്റെ പേരാ സഭ. ഒരു ഹീലിംഗ് സ്പേസാണ്. എന്നുവരെ നോക്കണമെന്നാണ് പറയുന്നത്? ഞാൻ വീണ്ടും വരും, വീണ്ടും വരുമ്പോൾ കണക്ക് തീർത്തോളാം എന്നാണ് പറയുക. ഈ വാക്ക് എവിടെയെങ്കിലും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ വാക്കിലാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ പുസ്തകം അവസാനിക്കുന്നത്. എന്താണത്? കർത്താവായ യേശുവേ, നീ വേഗം വരണമേ. അവന് രണ്ടാം വരവോളം ഭൂമിയിലെ പരിക്കേറ്റ മുഴുവൻ മനുഷ്യരെയും ശ്രദ്ധിക്കേണ്ട ബാധ്യതയുള്ള ഒരു മഹാസത്രത്തിലെ വിനീത കാവൽക്കാരായിട്ട് നമ്മളെ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ഹീലിംഗ് പ്രോസസ്സിൻ്റെ ഏജൻ്റ് ആവുക എന്നുള്ളത്. എല്ലായിടങ്ങളും കുറെ കൂടി ഹീലിംഗ് സ്പേസ് ആയിട്ട് മാറണം. ഈജിപ്ഷ്യയിലെ ഈ ടെമ്പിൾ ലൈബ്രറി പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഹീലിംഗ് സ്പേസ് ഫോർ ദ സോൾ. സത്യം പറഞ്ഞാൽ അത് തന്നെ അതിൻ്റെ ശരി. ഒരു വായനശാലക്കകത്ത് നടക്കുന്ന കാര്യം ഒരു ഹീലിംഗ് പ്രക്രിയ നടക്കുന്നുണ്ട്. ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ അതിനകത്തൊരു ഹീലിംഗ് നടക്കുന്നുണ്ട്. ലോകത്തെ ഗിരിപ്രഭാഷണം ഹീൽ ചെയ്തിട്ടുള്ള കണക്ക് മറ്റൊന്നും ലോകത്തെ സൗഖ്യപ്പെടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
ഓരോ വരിക്കകത്ത് ഇങ്ങനെ ഹീലിംഗാണ്. അൾട്ടിമേറ്റായിട്ട് എന്തിനകത്തുമുള്ള നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് അതിനകത്തുനിന്നൊരു ഹീലിംഗ് ഉണ്ടാവുമില്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടായാലും മറ്റ് എന്തെങ്കിലും ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ടാലും ഒക്കെ അതിൻ്റെ ഒരു ഭംഗി നിശ്ചയിക്കുന്നത് ഇതിനകത്തേക്ക് പുറത്തു വരുന്ന മനുഷ്യർക്ക് എന്തുമാത്രം ഹീലിംഗ് സംഭവിച്ചു എന്നുള്ളത് തന്നെ. കുറേ കൂടി കുലീനമായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു പ്രേരണയും ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ അവർക്കുണ്ടായോ. കലയുടെയും ഒക്കെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം അത് തന്നെയെന്ന് ഞാൻ വിചാരിക്കുക. നിങ്ങൾ എഴുതുന്നതിലൂടെ, നിങ്ങൾ വരക്കുന്നതിലൂടെ, നിങ്ങൾ പാടുന്നതിലൂടെ, നിങ്ങളുടെ ഇടപെടലിലൂടെ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ടില്ല എന്നുള്ളത്. നമുക്ക് വളരെയേറെ ആദരവും സ്നേഹവുമൊക്കെ ഉള്ള ഒരു കവി വിജിത്തമ്പി മാഷാണ്. കേരള റൂമിൽ അധ്യാപകനായിരുന്നു. പലർക്കും പരിചയമുള്ള പേരാണ്. അദ്ദേഹം ഒരു നോവലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേ കാലമായിട്ട് അതിൻ്റെ ഒരു ശ്രമത്തിലാണ്. എഴുതിയും വീണ്ടും എഴുതിയും മാറ്റി എഴുതിയും തിരുത്തിയും എഴുതിയൊക്കെ മുമ്പോട്ട് പോവുകയാണ്. ഇത്രയും സമയവും അധ്വാനമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എന്തിനു വേണ്ടിയായിരിക്കും അദ്ദേഹം അത് എഴുതുന്നത് വളരെ ഡിഫൈൻഡ് ആണ്. ഇതിനൊടുവിൽ, ഈ വായനയുടെ ഒടുവിൽ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു ഹീലിംഗ് പ്രോസസ് സംഭവിക്കണം. ഒരു പുസ്തകം എഴുതുമ്പോൾ പോലുമുള്ള നമുക്ക് പുലർത്താവുന്ന ഏറ്റവും നല്ല സങ്കല്പം അതാണ്. ഇങ്ങനെ അതിൻ്റെ ഒരു ഒടുവിലത്തേക്ക് എത്തുമ്പോഴേക്കും ഏതെങ്കിലും തരത്തിലൊരു തരം ഒരു ഹീലിംഗ് പ്രോസസ്സ് ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ്. അത് ഒരേ സമയത്ത് ഇങ്ങനെ വായനക്കാരനും എഴുത്തുകാരനും അതൊരു സൗകര്യതീർത്ഥമായിട്ട് മാറും. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും തരത്തിൽ യേശുവുമായിട്ട് ഒരു ബന്ധമുള്ള മനുഷ്യർക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു വാക്കിൻ്റെ പേരാണ് സൗഖ്യം. അവനവൻ്റെ പരിസരത്തിലേക്ക് നോക്കി കുറേ കൂടി രോഗാതുരായ മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ക്ഷണമൊക്കെ ഗൗരവമായിട്ട് എടുക്കേണ്ട വൈകിയ മുഹൂർത്തമായത്. ചിലപ്പോൾ ഇങ്ങനെ ഓർക്കാറുണ്ട്, യേശുവിൻ്റെ ഈ ഹീലിംഗ് പ്രക്രിയ എന്ന് പറയുന്നത് ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും അടുപ്പത്തിലും നമ്മൾ കാണുന്നത് ഈ ഉയർപ്പിന് ശേഷമുള്ള യേശു വിചാരങ്ങളിലാണ്. ഹീലിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. മനുഷ്യന് ഹീലിംഗ് ആവശ്യമുള്ള എല്ലാ മേഖലകളുടെയും റെപ്രസെൻറ്റേഷൻ ഈ ഉയർപ്പിന് ശേഷമുള്ള യേശു വിചാരങ്ങളിലുണ്ട്. ഇങ്ങനെ സെൻസ് ഓഫ് ഫ്യൂട്ടിലിറ്റി, വിഫലബോധം എന്ന് പറയുന്ന സംഭവമുണ്ട്. അധ്വാനമൊക്കെ പാഴായി പോകുന്നുള്ളൊരു തോന്നൽ, അവിടേക്ക് യേശു ഈ പറഞ്ഞ അവരുടെ അധ്വാനത്തെ സഫലമാക്കുന്നു. കൊടിയ ദുഃഖത്തിലേക്ക് മാറിപ്പോയിട്ട് മുമ്പിൽ നിൽക്കുന്ന യേശുവിനെ പോലും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ ദുഃഖം കൊണ്ട് അന്ധമായി പോയൊരു സ്ത്രീയുണ്ട്. ഈ ദുഃഖം കൊണ്ട് മനുഷ്യർ ചിലപ്പോൾ അന്ധമായി പോകും. പഴയ നിയമത്തിൽ ഹാഗാറിൻ്റെ കഥ കണക്കാണ്. ഹാഗാർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഹാഗാരെ കണ്ണു തുറന്ന് നോക്കുക. കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഉറവയുണ്ട്. അപ്പോൾ മുമ്പിലുള്ള ഉറവയെപ്പോലും കാണാനാവാത്ത വിധത്തിൽ ദുഃഖം കൊണ്ട് കാഴ്ച പോകുന്ന മനുഷ്യരുണ്ട്. അത്തരം ഒരു സ്ത്രീയുടെ പേരാണെന്ത്? മേരി. തൊട്ട് മുമ്പ് നിൽക്കുമ്പോഴേക്കും ആ തോട്ടക്കാരനായിട്ടാണ് പിടുത്തം കിട്ടുന്നത്. അവളുടെ നിരാശ യേശു സൗഖ്യപ്പെടുത്തുന്നു. പിന്നെ തോമസിൻ്റെ സംശയങ്ങളെ അയാൾ വിശ്വാസമാക്കുന്നു. വന്നെൻ്റെ വിലാപ്പുറം തൊടുക, എന്നെ തൊടുക, എൻ്റെ മുറിപ്പാടുകളിൽ തൊടുക. ഇങ്ങനെ മനുഷ്യന് എന്തെങ്കിലും തരത്തിൽ ബലഹീനതയോ വൾണറബിലിറ്റിയോ ഉള്ള എല്ലാ മേഖലകൾക്കകത്തും യേശു സൗഖ്യപ്പെടുത്തിയ കഥകളാണ് 2-3 താളുകൾ. ലക്ഷ്യബോധമില്ലാതെ പോയ ശിഷ്യരായിട്ടാണ് ഈ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെക്കുറിച്ച് പലപ്പോഴും വേദശാസ്ത്ര ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുന്നത്. ജെറുസലേമിൽ നിന്ന് അവരിങ്ങനെ പോവുകയാണ്. അവർക്ക് ലക്ഷ്യബോധമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ആ യേശുവാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം അവർ യാത്ര മുമ്പോട്ട് പോകുന്നില്ല. അതിൻ്റെ അർത്ഥം ഒഴിവാക്കാവുന്നൊരു യാത്രയായിരുന്നു അതാ. പലപ്പോഴും പല യാത്രകളും ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നുള്ളതാണെന്ന് നമുക്ക് പിടുത്തം കിട്ടിയ ഒരു കാലമായിരുന്നല്ലോ ഈ തൊട്ട് മുമ്പുണ്ടായത്. സർക്കാരൊക്കെ പറഞ്ഞിരുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്, യാത്രകൾ ഒഴിവാക്കാനല്ല പറഞ്ഞ, അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനാണ് പറഞ്ഞത്. എത്ര പെട്ടെന്നാണ് നിരത്ത് വിജനമായത്. അപ്പോൾ മനുഷ്യൻ്റെ സഞ്ചാരങ്ങളിൽ പലതും ഈ ലക്ഷ്യമില്ലാത്ത സഞ്ചാരങ്ങളാണ്. ഇവിടെയൊക്കെ വന്നിട്ട് ഒരു ഹീലിംഗ് പ്രക്രിയ നടക്കുകയാണ്. പർപ്പസ് കൊടുക്കുന്നു. അതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോട് കാണേണ്ടത്
പീറ്ററിന് ലഭിച്ചൊരു ഹീലിംഗ് ആണ്. അത് പറഞ്ഞ് നമുക്ക് ഈ ഒരു സുവിശേഷ സദ്വിചാരം അവസാനിപ്പിക്കാമെന്നാ കരുതുക. ഏറ്റവും മൂഢരായിട്ട് നിൽക്കുന്നൊരു മനുഷ്യൻ പീറ്ററാണ്. ഒരു ചെറിയ ഇടവേളയിൽ ഒരു തീ കായുന്ന ഇടത്തിൽ ഇങ്ങനെ മൂന്നാമത് തള്ളിപ്പറഞ്ഞ ഒരാളുടെ പേരാണ് പീറ്റർ. ലൈഫിൻ്റെ ചില അതിസങ്കീർണ നിമിഷങ്ങളിൽ ഈ ഉറ്റവരെ അവഗണിക്കുകയോ തള്ളിപ്പറയുകയോ ഒറ്റുകൊടുക്കുകയോ ചെയ്യേണ്ടി വരുന്ന മനുഷ്യരുടെ ശിഷ്ടകാലം ഈ കനലിൽ ചവിട്ടുന്ന ഒരു കാലം തന്നെ. നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അത്രയും അസ്വസ്ഥതയുള്ള ഒരു മനുഷ്യനെ യേശു ഹീൽ ചെയ്യുന്ന ഭാഗത്തിലാണ് യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം വെറുതെ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. കരക്കെത്തിയപ്പോൾ ഈ തീയിൽ ചുട്ട അപ്പവും മീനും കാണുന്നു. എവിടെ തീ കായുമ്പോഴും ഇയാളുടെ ഉള്ളിൽ ഒരു ചെറിയ കാലത്തിന് മുമ്പ്, ഏതാനും ദിനങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു തീകായലിൻ്റെ ഓർമ്മ ശക്തമായിട്ട് കിടപ്പുണ്ട്. അത് കാണുമ്പോഴൊക്കെ അയാൾക്ക് പൊള്ളും. ആ തീ കായുന്ന ഇടത്തിൽ വെച്ചിട്ട് യേശു ഇയാളോട് 3 പ്രാവശ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നീ സ്നേഹിക്കുന്നുണ്ടോ? നീ സ്നേഹിക്കുന്നുണ്ടോ? നീ സ്നേഹിക്കുന്നുണ്ടോ? എന്തിനായിരിക്കണം ഈ 3ആവർത്തി അത് ചോദിക്കുന്നത്? 3ആവർത്തി തള്ളിപ്പറഞ്ഞതിൻ്റെ ആ വലിയ ദുഃഖവുമായി നടക്കുന്ന ഒരാളാണ്. അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? ലജ്ജയുമായിട്ട് നടക്കുന്ന ഒരാൾ, അതിൻ്റെ അപമാനവുമായിട്ട് നടക്കുന്ന ഒരാൾ. അയാളെ യേശു വീണ്ടെടുക്കുക. അവസാനത്തെ ആളെപ്പോലും സൗഖ്യപ്പെടുത്തിയിട്ടായിരിക്കും ആ മടങ്ങിപ്പോകാൻ പോകുന്നത്. യേശുവിനറിയാം ഇയാളെ വീണ്ടെടുക്കാനായിട്ട് ഈ ഏറ്റുപറച്ചിൽ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നാളെ ഒരിടത്ത് വെച്ച് യേശുവിനെക്കുറിച്ച് ഈ പീറ്റർ പറഞ്ഞു തുടങ്ങുമ്പോൾ ആരെങ്കിലും ഒരാൾ എണീറ്റിട്ട് പറയും, ശിമോനെ വലിയ കാര്യങ്ങൾ പറയണ്ട, ഒരു ചെറിയ രാവിൻ്റെ ഇടവേളയിൽ 3ആവർത്തി നീ അയാളെ തള്ളിപ്പറഞ്ഞതല്ലേ. ശിമോന് തല കുനിക്കാതെ അപ്പോൾ പറയാൻ പറ്റും, ശരിയാണ്. എന്നാൽ മറ്റൊരു പ്രഭാതത്തിൽ മറ്റൊരു കനലിൻ്റെ മുമ്പിൽ 3ആവർത്തി അവനെ ഏറ്റുപറഞ്ഞ് ഞാൻ സൗഖ്യപ്പെട്ടു. ഒക്കെ ഹീലിംഗ് പ്രോസസ്സാണ്. മുഴുവൻ സുവിശേഷത്തിന് നിരക്കുന്ന വാക്കതാണ് ദ ബുക്ക് ഓഫ് ഹീലിംഗ്. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.